ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നയന ആദർശിൻ്റെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മുടെ ദേവയാനിയും ജലജയും കൂടിയാണ്. അപ്പോൾ അത് അന്നേരം കനക പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുമ്പോൾ കനകയെ തിരിച്ച് നന്നായിട്ട് നല്ല മറുപടി കൊടുത്ത് വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിൻ്റെ മകൾ ഉണ്ടാക്കുന്നത് പോലെയല്ല, നീ നിൻ്റെ മകളെ വീട്ടിൽ കൊണ്ട് നിർത്തി, നീ ഇപ്പോൾ സ്ഥിരം എൻ്റെ മകന് നിൻ്റെ മകളെ ആവശ്യമില്ല, ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് അത് വീട്ടിൽ നിൽക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ ദേവയാനി കനകയോട് പറയണം. പിന്നെ അതിന് ശേഷം നമ്മുടെ ആദർശിൻ്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ഡിസൈനിന് വേണ്ടി പവിത്ര ചെന്ന് ആദർശിനോട് പറയാണ്, സർ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ മാഡത്തിനൊന്ന് വിളിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ പറയും, മാഡത്തിനെ വിളിച്ചാലേ ഇവിടെ നടക്കത്തുള്ളൂ, അല്ലാതെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പവിത്രയോട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അവളെ എൻ്റെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പവിത്ര പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ വിളിച്ചോട്ടെ, എന്നാൽ നീ വിളിക്കുമെന്ന് പറഞ്ഞ് പവിത്രയാണ് നമ്മുടെ നയനയെ വിളിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്താ പവിത്ര എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മാഡം കസ്റ്റമേഴ്സിൻ്റെ വന്നിട്ടുണ്ട്, അപ്പോൾ ഡിസൈൻ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ലെവലിലൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടി മാഡം ഒന്ന് സഹായിക്കണം, അതുകൊണ്ട് ഒന്ന് അയച്ചു തന്നാൽ മതി എന്ന് പറയുമ്പോൾ, നീയല്ലല്ലോ ആദർശേട്ടനല്ലേ വിളിക്കേണ്ടത്, ആദർശേട്ടൻ വിളിക്കട്ടെ എന്നൊക്കെ നമ്മുടെ നയന പറയുന്നുണ്ട്. അന്നേരം പവിത്ര ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട്, സാറ് വിളിക്കാനാണ് പറയുന്നത്. അപ്പോൾ പറയാം, ഞാൻ വിളിക്കാൻ അവളാരാ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയോ പവിത്രയോട് ഷൗട്ട് ചെയ്യുമ്പോൾ പവിത്ര അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആദർശ് വിചാരിക്കുക, എന്നാൽ പിന്നെ വിളിക്കാം, കസ്റ്റമേഴ്സൊക്കെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ആദർശ് നമ്മുടെ നയനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, ആരാ വിളിക്കുന്നതെന്നൊക്കെ നമ്മുടെ നയന അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടാവും, അപ്പോൾ എൻ്റെ നമ്പർ നിൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലേ എന്നൊക്കെ. അല്ല, ഇതെന്താ വിളിച്ചേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നോക്കട്ടെ എന്നൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയോ എന്ന് കേൾക്കുമ്പോൾ, എന്താ ആക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, നീ ആക്കിക്കോ, നീ എന്നെ അവിടെ നിന്നാലേ എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല, എനിക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നീ നിൻ്റെ ജീവിതകാലം മുഴുവൻ അവിടെ നിന്നോ എന്നൊക്കെ ആദർശ് നയനയോട് പറയുന്നുണ്ട്. അത് ശരിക്കും ഉള്ളിൽ പ്രണയം വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ അവളുടെ മുന്നിൽ കാണിക്കാതെയുള്ള സംസാരമാണ് ആദർശ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നയനയാണെങ്കിലോ ഇപ്പോൾ ഫോണിലാകുമ്പോൾ കാണുന്നില്ലല്ലോ, അപ്പം നയന ചിരിക്കുന്നുമുണ്ട്, പക്ഷേ അവൾ ആദർശിനോട് ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുമുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ നന്ദുവും ഗോവിന്ദനൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം നയന അവർക്കെല്ലാം വിളമ്പി കൊടുക്കുകയാണ്. അപ്പം വിളമ്പി കൊടുക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ, എന്താ ഒരു ആഹാരമൊക്കെ ഒന്ന് കഴിക്കാൻ പോലും വയ്യാതെ, മറ്റത് അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇവിടെ മുന്നേ പറയും നയനേച്ചിയെ കാണണം, നയനേച്ചി വന്നാലേ എനിക്ക് ശരിയാകത്തുള്ളൂ, നയനേച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം, കനക ഉണ്ടാക്കുന്നതിനേക്കാൾ അവൾക്ക് ഇഷ്ടം നീ ഉണ്ടാക്കുന്നതായിരുന്നു, ഇപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും നയന ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാത്തതാണോ പ്രശ്നം, എന്നാൽ പിന്നെ ഞാൻ കഴിച്ചു കളയാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു ആഹാരം കഴിക്കുന്നുമുണ്ട്. എന്നിട്ട് ഓഫീസിൽ വന്നിട്ടുള്ള 2 കസ്റ്റമേഴ്സ് അവർക്ക് ഡിസൈനിങ്ങിനെ പവിത്ര കൊണ്ടുവന്ന പ്രിൻ്റ് എടുത്തിട്ട് കാണിക്കുകയാണ്. അന്നേരം ആദർശിനോട് അവർ പറയുന്നുണ്ട്, ഈ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും ഞങ്ങൾക്കിത് വേണം, അതിനുള്ള നല്ലതാ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം എന്നിട്ട് പവിത്ര മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്രയും പറഞ്ഞിട്ടും വൈഫാണിത് ചെയ്തതെന്നൊരു വാക്ക് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പവിത്ര തന്നെ പറയുന്നുണ്ട്, ഇത് സാറിൻ്റെ വൈഫിൻ്റെ ഡിസൈനിങ് ആണ്. ഞങ്ങൾക്കറിയാം ആദർശിൻ്റെ വൈഫിൻ്റെ ഡിസൈനിങ് ആണെന്ന്, ആദർശിൻ്റെ വൈഫ് നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആളാണെന്നും അറിയാം, എന്തായാലും 916 കൊടുക്കുന്ന ആളിനെ 916 പോലുള്ളൊരു ഭാര്യ തന്നെ കിട്ടിയല്ലോ, ലക്കി മാൻ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ നന്നായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്, നയനയെ കിട്ടിയതിൻ്റെ ഭാഗ്യമായിട്ട്. അപ്പോൾ ആദർശ് ഇതെല്ലാം കേട്ട് മിണ്ടാതെ ഇരിപ്പുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡൈനിങ്ങിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം നമ്മുടെ ദേവയാനിയും ജലജയും കൂടി ചേർന്ന് ഫോണിലൊക്കെ നോക്കി ഉണ്ടാക്കിയ ഭക്ഷണമാണ്. അപ്പോൾ അതെല്ലാവർക്കുമായിട്ട് വിളമ്പുമ്പോൾ നമ്മുടെ ആദർശ് അതിൽ നിന്ന്, അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കനക വരുന്നുണ്ട്. കനക വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ചെന്ന് ആദർശിൻ്റെ തൊട്ടടുത്ത സീറ്റിലേക്ക് നമ്മുടെ കനകയും ചെന്ന് ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ ആദർശിന് വിളമ്പി കൊടുത്ത ഭക്ഷണം ദേവേനെ എല്ലാവർക്കും സന്തോഷമായിട്ടാണ് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുത്തത്. പക്ഷേ ആദർശിന് വിളമ്പി കൊടുക്കുമ്പോൾ ആദർശ് ഇങ്ങനെ കുറച്ചെടുത്ത് കഴിക്കുമ്പോൾ തന്നെ, അയ്യോ ഇതെന്തുവാ പഴയതുപോലെ അമ്മയ്ക്ക് ഇപ്പോൾ ടേസ്റ്റൊന്നും ഇല്ലല്ലോ, ഇതിനൊക്കെ അവളുണ്ടാക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ദേവേനയുടെ ഹസ്ബൻഡ്, അതായത് ആദർശിൻ്റെ അച്ഛൻ ജയനും ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കും ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു വല്ലാതെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ കനക കഴിക്കുന്നുണ്ട്. കനകയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അയ്യോ ഇവരിങ്ങനെയാണോ, ഇതൊക്കെയാണോ ഇവരുടെ ടേസ്റ്റ്, ദൈവമേ ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് കനകയും ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അത് റൗണ്ട് ചെയ്ത് വന്നിട്ട് അടുത്ത മുത്തശ്ശൻ കഴിക്കുന്നുണ്ട്. മുത്തശ്ശൻ കഴിച്ചിട്ട് മുത്തശ്ശിയും കഴിക്കുന്നു. പക്ഷേ കഴിക്കുന്നെങ്കിൽ അവർക്ക് ആർക്കും ആ സ്വാദ് അങ്ങോട്ട് കിട്ടുന്നില്ല, നമ്മുടെ നയന ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് അവർക്ക് ആർക്കും വരുന്നില്ല. എന്നിട്ട്
പിന്നെ ദേവയാനി എന്നെ ചോദിക്കുന്നുണ്ട്, മോനെ എങ്ങനെയുണ്ട് ഭക്ഷണം എന്ന്. അപ്പം പിന്നെ ആദർശ് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ടമ്മേ, നന്നായിട്ടുണ്ട്, നല്ല ഭക്ഷണമാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് എല്ലാവരും ഇവനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കനകയും ആദർശിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവർക്കൊക്കെ ഇപ്പോൾ ഇതാണ് ഇഷ്ടമല്ലേ, അപ്പം ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അയ്യോ ഈ മോനെ ഇത് എന്തുവാ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെ പറയുന്നതാണോ എന്നൊക്കെ നമ്മുടെ കനകയും സംശയിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ജയ എങ്ങനെയുണ്ട് ആഹാരം, അത്ര പോരാ എന്ന് നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് ഇത്ര ദേഷ്യത്തിൽ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞാനല്ലല്ലോ അന്ന് അദ്ദേഹമല്ലേ മറുപടി പറയാനുള്ളതെന്ന്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അത്ര പോരാ, ഒന്നും പറയുന്നതല്ല കനക, നീ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം, എനിക്കത് നല്ല സ്വാദാണ് മോൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ഫോണിൽ നോക്കിയാൽ ഞങ്ങൾ പഠിച്ച് ചെയ്തതെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, നിന്നോട് ആരാ ഫോണിൽ നോക്കി ചെയ്യാൻ പറഞ്ഞത്, നിനക്കൊക്കെ 19 വയസ്സായില്ലേ, ഇനിയും ഫോണിൽ നോക്കിയാലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ അമ്മയ്ക്ക് ഞങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ പോരായിരുന്നു. അപ്പം ജയം പറയുന്നുണ്ട്, ഇല്ല അമ്മ അച്ഛൻ്റെ കാര്യം നോക്കാനാണ്, അതുകൊണ്ട് അമ്മ അടുക്കളയിലോട്ടൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒരു വഴക്ക് ചെറിയ രീതിയിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ആഹാരം കഴിച്ച് പോകുന്നുമുണ്ട് ആ ഭാഗത്തുനിന്ന്. എന്നിട്ട് അപ്പോഴും ദേവയാനിക്ക് ഇനി ഇതിൻ്റെ പേരിൽ നയനെ തിരിച്ചു കൊണ്ടുവരാനോ ഞാൻ വിളിക്കാനോ പോകില്ല എന്ന് ദേവയാനിയും അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും എഴുന്നേറ്റ് പോയി കൈയൊക്കെ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ദേവയാനി എന്തായാലും നാളെ നല്ല ഭക്ഷണമായിരിക്കും എന്ന് പറഞ്ഞ് നല്ല രീതിയിലാണ് ദേവയാനി മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്നത്.